എന്തുകൊണ്ടാണ് നട്ടലിന് ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊലാപ്സ്, സ്കോളിയോസിസ്, ലിസ്റ്റസിസ് ഇങ്ങനെ തുടങ്ങി പല രൂപത്തിലും നടുവേദന ഉണ്ടാകാൻ കാരണമാകും. ഡോക്ടർ വിപിനചന്ദ്രൻ നായർ, ചാങ്ങേത്ത് ആയുർവേദ ഹോസ്പിറ്റൽ, ഹെഡ് ഓഫീസ് തുമ്പോൺതാഴം, പത്തനംതിട്ട, എറണാകുളം, തിരുവനന്തപുരം. നമ്മുടെ കാലൊന്ന് സ്കിഡായി കഴിഞ്ഞാൽ തന്നെ നടുവിന് പ്രശ്നങ്ങളുണ്ടാകും. കാരണം ആ പെൽവിസിനപ്പോൾ ശരിക്കും ഒരു മാറ്റം ഉണ്ടാകും. പെൽവിക് ടിൽറ്റ് എന്ന് പറയും. പെൽവിക് ടിൽറ്റ് വന്നാൽ ഡിസ്കിലേക്കുള്ള, അതായത് നട്ടലിലെ L4, L5, സേക്രം, ഇത് മിക്കവാറും കംപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ കംപ്രഷൻ വന്നിട്ട് അതിൽ നിന്ന് ഡിസ്ക് ബൾജ്, പ്രൊലാപ്സ് ഒക്കെ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് നടുവേദന ഉണ്ടാകും. നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ആ പെൽവിസിനെ തന്നെ കറക്റ്റ് ചെയ്യും. ആദ്യം അതിൻ്റെ ബേസ് അതാണ്, ബേസിക് കോസ് എന്ന് പറയും. അത് മാറിയിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഷർ കൊണ്ട് ഒരു ജാക്കി വെച്ച് വണ്ടി പൊക്കുന്നത് പോലെ നട്ടലിന് പ്രഷർ വന്നിട്ട് നട്ടലിൽ ഡിസ്ക് കൊളാപ്സ് ഉണ്ടാകും. അപ്പം നമ്മൾ ചെയ്യുന്നത് ആ നട്ടലിൻ്റെ പെൽവിസ് തന്നെ കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്തിട്ട് ഡിസ്കിനെ കറക്റ്റ് ചെയ്ത് ഓയിലൊക്കെ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ്, കടിവസ്തി കിഴികളെ ചെയ്ത് അതിനെ ഡിസോൾവ് ആക്കി എടുക്കും. അങ്ങനെയാണ് ഒരു പൂർണ്ണമായ ശമനത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും.